സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ നാളെ റമദാൻ വ്രതാരംഭം തുടങ്ങും. കേരളത്തിൽ എന്ന് നോമ്പ് തുടങ്ങുമെന്ന് നാളെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ജലീൽ കണ്ണമംഗലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ജലീൽ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സൗദിയും ഒമാനും ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നാളെ റംസാൻ ആരംഭിക്കുകയാണ്. സൗദിയിലെ സമീറിലാണ് ഇന്ന് ആദ്യം മാസപ്പിറവി കണ്ടത്. സൗദിയിലെ ഹുത്താസുദേർ, ജമീർ ഷക്ര, തബൂക്ക്, തമാം, അരീഖ് ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗത്തും മാസപ്പിറവി നിരീക്ഷിക്കാൻ ഔദ്യോഗിക സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. മാസം കണ്ടതായി ബന്ധപ്പെട്ടവരുടെ സ്ഥിരീകരണം ലഭിച്ചതോടെയാണ് ഇക്കാര്യം സൗദി സുപ്രീം കോടതി പ്രഖ്യാപിക്കുന്നത്. നാളെ മുതൽ വിശ്വാസികൾ നോമ്പെടുക്കുകയാണ്. സൗദിയിൽ മാസം കണ്ടതോടെ മറ്റു GCC രാജ്യങ്ങളിലും മറ്റു പല അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലും നാളെ തന്നെ റംസാൻ ആരംഭിക്കുകയാണ്. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള പുണ്യമുള്ള ദിനങ്ങളാണ് ആരംഭിക്കുന്നത്. ഒരു മാസക്കാലം പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ നോമ്പെടുക്കുന്നു. ആരാധനാ കർമ്മങ്ങൾക്ക് 10 മടങ്ങ് പുണ്യം ലഭിക്കുന്ന മാസം കൂടിയാണ് റമദാൻ. അതുകൊണ്ട് തന്നെ മുസ്ലിം പള്ളികളും മറ്റും സജീവമാവും. ഖുർആൻ പാരായണം വർദ്ധിക്കും. ദാനകർമ്മങ്ങൾ, നമസ്കാരം, പള്ളികളിൽ ഭജനം ഇരിക്കൽ തുടങ്ങിയവെല്ലാം വർദ്ധിക്കുകയാണ്. നോമ്പെടുക്കുന്നതിന് മുമ്പുള്ള അത്താഴം, നോമ്പ് മുറിക്കുമ്പോഴുള്ള ഇഫ്താർ എന്നിവ റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളാണ്. രാത്രിയിൽ നടക്കുന്ന തറാവീഹ് നമസ്കാരം റമദാന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഈ നമസ്കാരം നിർവഹിക്കാൻ പള്ളികളിലെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. റമദാനിലെ ആദ്യത്തെ 10 ദിവസം കാരുണ്യത്തിന്റെയും രണ്ടാമത്തെ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ചേരുകയായിരുന്നു. ഇനി കേരളത്തിൽ വൃതാരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. ഷഹദ്, കേരളത്തിലെ അവസ്ഥ എങ്ങനെയാണ്? നമുക്ക് എന്തെങ്കിലും വിവരം ഇതിനെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. അല്പസമയം മുൻപ് കേരള ഹിജൽ കമ്മിറ്റിയുടെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതിനാൽ ഷവ്വാൽ 30 പൂർത്തിയാക്കി റംസാൻ 1 മാർച്ച് 2 ഞായറാഴ്ച ആയിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഹിലാൽ കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പാണ്. അത് ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണ്. ബാക്കി പൊതുവായിട്ടുള്ളത്, അതായത് സുന്നി ഉൾപ്പെടെയുള്ള ആളുകളുടെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സ്ഥിരീകരണം അത് നാളെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. നിലവിൽ സമസ്തയിൽ നിന്നോ പാണക്കാട്ട് നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അത്തരം മേഖലകളിൽ നിന്നോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അറിയിപ്പും ഉണ്ടായിട്ടില്ല. നാളെ മാസപ്പിറവി ദർശിക്കുന്നതിനായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങൾ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരു 7 മണിയോട് കൂടിയായിരിക്കും, അതായത് 6 മണി മുതൽ ഇത്തരത്തിൽ മാസപ്പിറവി ദർശിച്ചോ എന്നത് സംബന്ധിച്ച നിരീക്ഷണം തുടങ്ങും. ഒരു 7 മണി 8 മണി ആകുമ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. കോഴിക്കോട് നിന്നാണ് ഷഹദ് ചേർന്നത്. എന്തായാലും നാളെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ തുടങ്ങും.